ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു വീഡിയോസുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പിറ്റന്നത്തെ കുറച്ച് വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാലുകൊണ്ടൊരു ചായ ആദ്യം ഉണ്ടാക്കും. കുറച്ച് പാൽ മാറ്റി വെക്കും കേട്ടോ, മക്കൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ ചായ കുടിക്കില്ല, ചായ കുടിക്കും, പക്ഷേ ബൂസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ അല്ല ചായനേക്കായി. അപ്പോൾ ഇതാ നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 പഴവും 2 മുട്ടയൊക്കെ മക്കൾക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കഴിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക, അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാകും, പക്ഷെ അവർക്ക് കഴിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല, സ്കൂളൊക്കെ തുറന്നില്ല. അപ്പോൾ അവർക്ക് ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഏതെങ്കിലും ഒന്ന് കഴിച്ചാലും ഒരു എനർജി തന്നെ ആണല്ലോ. അങ്ങനെ ഇതാ മക്കളൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിരങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ സിപ്പപ്പ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിച്ചതിൻ്റെ ഇടയിൽ ഒരു 10-11 മണിയുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പാണല്ലോ. അങ്ങനെ ചിരങ്ങ കറി, പപ്പടം പൊരിച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്കും ഇതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെ പൊറാട്ട നല്ല ടേസ്റ്റാണ്. പൊറാട്ട നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. വരുമ്പോൾ ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രോസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. മോനിക്ക് സ്കൂളിൽ നിന്ന് തൈ നടാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ നടാൻ, ഉമ്മച്ചി നടണ്ട, ഞാൻ നടാൻ, എന്നോട് നടാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ കുഴി കുത്തി അവൻ തന്നെ നടുകയാണ് കേട്ടോ. ഇനി നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലും നിറയെ പേരൊക്കെ കിട്ടും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകളും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് തേങ്ങ ചിരവിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂട് കട്ടൻ ചായ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അവരിൽ ചിലപ്പോൾ ലേശം പഞ്ചസാര ഇടും കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് അത്തിപ്പഴം കുറച്ച് ഞാവൽപ്പഴം കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാവൽപ്പഴം, ഇപ്പോഴത്തെ ഞാവൽപ്പഴം ഈ കളർ തന്നെ ഉള്ളൂ. ഞങ്ങൾ മദ്രസ പഠിക്കുന്ന ടൈമിൽ മദ്രസയുടെ ഫ്രണ്ടിലൊരു മരം ഉണ്ടായിരുന്നു ഞാവൽപ്പഴത്തിൻ്റെ. അത് മദ്രസ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഓടും, കാരണം താഴത്ത് കുറേ വീണെടുക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് കഴിക്കുമ്പോൾ കയ്യിലും നാവിലൊക്കെ കൊച്ചൊന്നുള്ള കളറാകും. അതൊക്കെ ഒരു നെസ്റ്റായിരുന്നു. അങ്ങനെയൊക്കെ ഇതൊക്കെ കഴിക്കേണ്ടത് തന്നെയുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു വെണ്ടക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെണ്ടക്ക നല്ല നാടൻ വെണ്ടക്കയാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഞാൻ എണ്ണയിലിട്ടിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഗ്യാസിൽ വെക്കുന്ന ടേസ്റ്റ്, അടുപ്പിൽ വെക്കുന്ന ടേസ്റ്റ് ഗ്യാസിൽ വെക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് കൂടുതൽ അടുപ്പത്താണ് വെക്കുക, കാരണം ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണല്ലോ. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തന്നെ എടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് അറിയില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ എന്താ വെളിച്ചെണ്ണയിൽ ഞാൻ കടുകും ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി അതുപോലെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര കറി ഉണ്ടാക്കണം വെച്ചാൽ അതിനുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എടുത്താൽ മതി കേട്ടോ. അത് ചട്ടി കിടന്ന് വേണ്ടുന്ന നമ്മളെ ഇൻഗ്രീഡിയൻസിലേക്ക്, അതായത് തക്കാളി പച്ചമുളക് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി കേട്ടോ. ഒക്കെ ഓരോ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എരിവ് ആവശ്യമുള്ളത് കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് വെണ്ടക്കാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സിമ്പിളല്ലേ കറി. നിങ്ങൾ അങ്ങനെ കറി ആയിട്ടുണ്ട്. ഇനി മീൻ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് എന്തായാലും അറിയിക്കാം കേട്ടോ. താങ്ക് യു.